Assalamualaikum. Welcome back to Zain'S Wonder World. ഇന്ന് നമുക്ക് നല്ലൊരു നൊസ്റ്റാൾജിക് റൈസ് തയ്യാറാക്കാം. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. മഞ്ഞച്ചോറ് അഥവാ വിരിഞ്ചി ചോറ് എന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ Zain'S Wonder World നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് പൊന്നി റൈസാണ്, അതുകൊണ്ട് തന്നെ ഇതിന് അധികം വേവില്ലാത്ത അരിയാണ്. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഞാൻ 3 കപ്പ് അരിയിലേക്ക് ഒരു 15ഓളം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം പട്ട, ഏലക്കായ, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ പെരുംജീരകം, കുറച്ച് കറിവേപ്പില, പിന്നെ നല്ലൊരു കട്ടി തേങ്ങാപ്പാലാണിത്. ഇത് 1.5 കപ്പുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇത് ഞാൻ 5.5 കപ്പ് വെള്ളം അളന്ന് വെച്ചതാണ്. പൊന്നി റൈസ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ കണക്കായിട്ട് വെള്ളം എടുത്തത്. 5.5 കപ്പ് പച്ചവെള്ളവും 1.5 കപ്പ് തേങ്ങാപ്പാലുമാണ് ഞാൻ എടുത്തത്. നിങ്ങൾ ഉപയോഗിക്കുന്ന അരി വേവുള്ള അരിയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഉപയോഗിക്കണം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് അരി നന്നായി കഴുകി ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എടുത്തു വെച്ച ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉലുവയും ചേർക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഏലക്കായ, പട്ട, പൂവൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരട്ടെ. ഓവറായി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും ഈ ഒരു ചോറ് അവരൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ബിരിയാണിയൊക്കെ ഫേമസ് ആവുന്നതിൻ്റെ മുമ്പേ ഉണ്ടായിരുന്നതാണിത്. അന്നൊക്കെ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലകളിൽ ട്രെൻഡായ ഒരു റൈസാണിത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കഴുകി ഊറ്റി വെച്ച അരിയും ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വറ്റാനുണ്ട്. ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കുക്കർ പ്രഷർ പോവാത്ത രീതിയിലൊന്നും അടച്ചു വെച്ചിട്ടില്ല. കാരണം പൊന്നി അരി ആയതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ കുറുവ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടച്ചു വെക്കേണ്ടി വരും. അത് നല്ല വേവുള്ള അരിയാണ്. ഇത് വേവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രഷറൊന്നും പോവാത്ത രീതിയിൽ അടച്ചു വെക്കാണ്ടിരുന്നത്. ഇനി ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റി തേങ്ങാപ്പാലും എല്ലാം വറ്റി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.
തീർത്തും ഒരു നൊസ്റ്റാൾജിക് റൈസ് തന്നെ ആയിരിക്കും ഇത് എല്ലാവർക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ചോറുള്ള വിവരം അവർക്കൊന്നും അറിയാൻ പോലും ഉണ്ടാവില്ല. എന്തിന് എൻ്റെ മക്കൾക്ക് പോലും വിരിഞ്ചി ചോറാന്ന് പറഞ്ഞപ്പോൾ അത് എന്ത് ചോറാന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇവിടെ നല്ല അടിപൊളി മഞ്ഞച്ചോറ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് വരട്ടിയതും മഞ്ഞച്ചോറുമാണ്. ബീഫ് വരട്ടിയത് ഞാൻ തയ്യാറാക്കാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കി എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.